ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 23, സ്വീഡനിലെ വിശുദ്ധ ബ്രജിറ്റിന്റെ തിരുനാൾ. സ്വീഡനിൽ ഉപ്ലൻഡ് പ്രൊവിൻസിലെ ഫിൻസ്ട്രയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ 1303 ജനിച്ചു. ഉപ്ലൻഡിലെ ജഡ്ജിയായിരുന്ന ബെർഗർ പീറ്റേഴ്സണിന്റെയും ഇൻഗെ ബോർഗിന്റെയും മകളായി വളർന്ന ബ്രജിറ്റ് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തിന്റെ ദർശനം ഉണ്ടായി. അതീവ സുന്ദരിയായിരുന്ന എലിൻ ചെറുപ്പത്തിൽ തന്നെ വിധവയായപ്പോൾ പുനർവിവാഹം വേണ്ടെന്ന് വച്ച് വിശുദ്ധ ജീവിതം നയിച്ച എലിനെയാണ് ബ്രജിത്ത് മാതൃകയായി സ്വീകരിച്ചത്. പ്രഭു കുടുംബത്തിൽ വിദ്യാസമ്പന്നയായി വളർന്നുകൊണ്ടിരുന്ന 14 വയസ്സ് പ്രായമുള്ള ബ്രജിറ്റിനെ പിതാവ് ബെർഗറിന് ബ്രജിറ്റിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി ഉൾഫ് ഗുസ് മാർസനുമായി വിവാഹം നടത്തി. 20 വർഷത്തെ ദാമ്പത്യത്തിൽ 8 സന്താനങ്ങളുണ്ടായി. ഉൾഫോസ്റ്റർ ഗോത്ത്ലൻഡിലെ ജഡ്ജിയായിരുന്നു. 1341 ഉൾഫ് രോഗബാധിതനായി ആൽവാസ്ത്രയിലെ സിസ്റ്റേഴ്സ്യൻ ആശ്രമത്തിൽ വെച്ച് മരിച്ചു. കണ്ണുനീരിൻ്റെയും ഗദ്ഗദങ്ങളുടെയും ഇടയിൽ ക്രിസ്തു തനിക്ക് തരുന്ന പുതിയ ക്ഷണം തൻ്റെ മണവാട്ടിയും സന്ദേശവാഹകയുമാകാൻ എന്നവൾ തിരിച്ചറിഞ്ഞു. പിന്നീടങ്ങോട്ട് ക്രൂശിതനോടുള്ള സ്നേഹം നിമിത്തം ബ്രജിറ്റ് പാലസ്തീനായിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. 1350 വിശുദ്ധ വത്സരത്തിൽ തൻ്റെ വിധവയായ മകൾ വിശുദ്ധ കാതറിനോടുകൂടെ റോമിലേക്ക് പോയി. അവിടെ താമസിച്ചു വരവേ 1373 ജൂലൈ 23 70-ാമത്തെ വയസ്സിൽ ബ്രജിറ്റ് ദിവംഗതയായി. 1391 ബോനീഫസ് 9 മാർപ്പാപ്പ ബ്രജിറ്റിനെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ബ്രജിറ്റെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.